ഇന്ന് ഞാനുണ്ടല്ലോ നമ്മുടെ പൊതിച്ചോറ് കൊടുത്ത ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അതാ നാളികേരമൊക്കെ പൊളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചകിരി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് കൊടുത്തു. അപ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ടാണ്. പിന്നെ അന്നത്തെ ദിവസം അവർ തിരിഞ്ഞേ നോക്കേണ്ട വന്നിട്ടില്ല, ആ ചകിരിമ മാത്രമായിരുന്നു കേട്ടോ അവർ അന്നത്തെ ദിവസത്തെ കളിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ രാത്രിക്ക് പിന്നെ ഞാൻ തലേ ദിവസം തന്നെ കഷ്ണങ്ങളൊക്കെ നുറുക്കി വയ്ക്കാൻ വേണ്ടിയിരുന്നു. പിറ്റേ ദിവസം ഒരു 4 രേപ്പണിട്ടു കേട്ടോ. അപ്പോൾ ഇതാ തീയൊക്കെ കത്തിച്ച് നമ്മളിത് അരിക്കുള്ള വെള്ളമാണ് കേട്ടോ കയറ്റി വയ്ക്കുന്നത്. പിന്നെ നേരെ ഞാനിത് അടപ്പയിലേക്ക് പോയി സാമ്പാറുള്ള പരിപ്പ് വേവിക്കാനിട്ടു. ഒപ്പം തന്നെ ഒരു മെഴുക്ക് പൊട്ടിക്കുള്ള കുറച്ച് കഷ്ണമൊക്കെയാണ് കേട്ടോ വേവിക്കാനിട്ടത്. അപ്പോഴേക്കും നമ്മുടെ അരിക്കുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിക്കും കഴുകി ഇതാ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് ഞാനിതാ മൂടിക്ക് വെച്ചു കേട്ടോ. പിന്നെ വീണ്ടും പഴയ പോലെ തന്നെ ഞാൻ നേരെ നമ്മുടെ അടപ്പയിലേക്ക് വന്നു. നേരൊക്കെ വെളുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാറൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലേക്ക് ഇട്ടു. അപ്പോഴേക്കും നമ്മുടെ ചോറ് വന്നിട്ടുണ്ടായിരുന്നു. നേരെ ഞാൻ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 3 പാത്രങ്ങളായിട്ടാട്ടോ ചോറ് ഊറ്റിയിരിക്കുന്നത്. കാരണം എനിക്കൊരു കൊട്ടയുണ്ടായിരുന്നു, അതിന് ചെറിയൊരു ഓട്ട. പിന്നെ ലാസ്റ്റ് ഫിനിഷിങ് എന്ന രീതിയിൽ മീനും പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതാണെങ്കിൽ ചോറ്, പിന്നെ ഇതാ കാബേജ് തോരൻ, മുട്ട പുഴുങ്ങിയത്, നാളികേര ചമ്മന്തി, കടുമാങ്ങ അച്ചാറ്, പിന്നെ കായും പയറും മെഴുക്ക് പുരട്ടി, പിന്നെ സാമ്പാർ, പിന്നെ അയില വറുത്തത്. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ 100 രൂപ കവറിലാക്കി വെക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട് അത് എന്തിനാണ് വെക്കണേന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മളിത് വെക്കുമ്പോൾ തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് അർഹതപ്പെട്ടവർക്ക് ഇത് കിട്ടണേന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അവരെ കയ്യിൽ വരുന്നുള്ളൊരു വിശ്വാസമാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ചായനും കൂടി ഇതാ ചോറൊക്കെ പൊതിയാൻ വെച്ചാണ് കേട്ടോ. പകുതിയോളം ചോറ് നമ്മുടെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും കുറച്ച് പൊതിയാനുണ്ട്. അത്യാവശ്യം കഴിഞ്ഞപ്പോൾ അവർ ചോറ് കൊണ്ടുവരാൻ വേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ പൊതിഞ്ഞ ചോറ് പൊതിയിട്ട് അവർ കൊണ്ടുപോയിട്ടോ. ഇന്ന് ഇത്രയ്ക്കുള്ളൂ കേട്ടോ നമ്മുടെ വിശേഷം.